അമേരിക്കൻ പൗരനായ ജോൺ കാർലോസ് ലോപ്പസ് ഗോമസ് എന്ന യുവാവിനെ ഫ്ലോറിഡയിൽ തെറ്റായി അറസ്റ്റ് ചെയ്തെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. അദ്ദേഹത്തിന് 20 വയസ്സാണ് പ്രായം. ജോർജിയയിലാണ് അദ്ദേഹം ജനിച്ചത്. ജോൺ കാർലോസ് ലോപ്പസ് ഗോമസ് ഒരു നിർമ്മാണ ജോലിക്ക് പോവുകയായിരുന്നു. അപ്പോൾ പോലീസ് അദ്ദേഹത്തെ തടഞ്ഞു. വേഗത്തിൽ വണ്ടി ഓടിച്ചതിനാണ് പോലീസ് തടഞ്ഞത്. ഇത് സാധാരണ ഒരു ട്രാഫിക് നിയമലംഘനമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിനെതിരെ പുതിയൊരു കേസ് ചുമത്തി. ഫ്ലോറിഡയിലെ സെനറ്റ് ബിൽ 4C പ്രകാരമായിരുന്നു കേസ്. ഫ്ലോറിഡ ഗവർണർ റോൺ റാൻഡി ഒപ്പിട്ട ഒരു പുതിയ നിയമമാണ് സെനറ്റ് ബിൽ 4C. ഈ നിയമം ഉണ്ടാക്കിയത് രേഖകളില്ലാതെ ഫ്ലോറിഡയിലേക്ക് വരുന്നവരെ ലക്ഷ്യമിട്ടാണ്. 18 വയസ്സ് കഴിഞ്ഞ രേഖകളില്ലാത്ത ആളുകൾ ഫ്ലോറിഡയിലേക്ക് വരുന്നത് ഈ നിയമം മൂലം തെറ്റാണ്. എന്നാൽ ഈ നിയമം ഏപ്രിൽ 4-ന് ഒരു ജഡ്ജി തടഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു വിധി ഉണ്ടായിരുന്നിട്ടും പോലീസ് ജോൺ കാർലോസ് ലോപ്പസ് ഗോമസിന്റെ അമ്മ അടുത്ത ദിവസം തന്നെ കോടതിയിൽ അദ്ദേഹത്തിന്റെ ജനന സർട്ടിഫിക്കറ്റും സോഷ്യൽ സെക്യൂരിറ്റി കാർഡുമായി എത്തി. ഈ രേഖകൾ ഒറിജിനലാണെന്ന് ജഡ്ജിക്ക് മനസ്സിലായി. അതിൽ വാട്ടർമാർക്ക് ഉണ്ടായിരുന്നു. ജോൺ കാർലോസ് ലോപ്പസ് ഗോമസ് അമേരിക്കൻ പൗരനാണെന്ന് ജഡ്ജിക്ക് ഉറപ്പുമായിരുന്നു. അദ്ദേഹം പൗരനാണെന്ന് തെളിവുണ്ടായിട്ടും ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അദ്ദേഹത്തെ 48 മണിക്കൂർ കൂടി തടവിൽ വെക്കാൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ജഡ്ജിക്ക് അപ്പോൾ തന്നെ അദ്ദേഹത്തെ വിട്ടയക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം വൈകുന്നേരമാണ് അദ്ദേഹത്തെ ജയിലിൽ നിന്ന് വിട്ടയച്ചത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ജോൺ കാർലോസ് ലോപ്പസ് ഗോമസ് തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷേ ജയിലിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അവിടെ തനിക്കൊരു ദിവസവും ഭക്ഷണം തന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിഭാഷകനായ അലൻ ഗിർ ഈ അവസ്ഥയെ ഒരു ദുരന്ത പരമ്പര എന്നാണ് വിശേഷിപ്പിച്ചത്. ആരെയും ഈ നിയമത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നും പ്രത്യേകിച്ചും ഒരു അമേരിക്കൻ പൗരനെ അറസ്റ്റ് ചെയ്യുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ ഓഫ് ഫ്ലോറിഡയിലെ എമ്മി ഗോഡ്ഷെൽ പറയുന്നത് ജോൺ കാർലോസ് ലോപ്പസ് ഗോമസിനെ തടങ്കിൽ വെച്ചത് അദ്ദേഹത്തിന്റെ അവകാശങ്ങളുടെ ലംഘനമാണെന്നാണ്. കാരണം അദ്ദേഹം രേഖകളില്ലാതെയാണ് വന്നതെന്ന തെറ്റായ ധാരണയിലാണ് അറസ്റ്റ് ചെയ്തത്. പൗരനാണെന്ന് തെളിയിക്കുന്ന രേഖകൾ കാണിച്ചിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ICEയുടെ ഈ പ്രവൃത്തി വർണ്ണവെറിയുടെ അടിസ്ഥാനത്തിലുള്ളതും നിയമവിരുദ്ധവുമാണെന്ന് അവർ കുറ്റപ്പെടുത്തി. ജോൺ കാർലോസ് ലോപ്പസ് ഗോമസിന്റെ കേസ് മാത്രമല്ല ഇങ്ങനെ സംഭവിക്കുന്നത്. മേരിലാൻഡിൽ നിന്നുള്ള ഒരാളെ തെറ്റായി നാടുകടത്തിയെന്നും പറയുന്നു. കൂടാതെ പല അമേരിക്കൻ പൗരന്മാർക്കും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിൽ നിന്ന് തെറ്റായ സന്ദേശങ്ങൾ ലഭിച്ചെന്നും പരാതികളുണ്ട്. ഇത്തരം തെറ്റായ നടപടികൾക്കെതിരെ നിയമപരമായ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പലരും ആവശ്യപ്പെടുന്നുണ്ട്. ജോൺ കാർലോസ് ലോപ്പസ് ഗോമസിന്റെ അറസ്റ്റ് തെറ്റായ രീതിയിലുള്ള കുടിയേറ്റ നിയമം നടപ്പിലാക്കിയാൽ ഉണ്ടാകുന്ന ഗുരുതരമായ പ്രശ്നങ്ങളുടെ ഉദാഹരണമാണ്. അതേസമയം 1798 ഏലിയൻ എനിമീസ് ആക്ട് പ്രകാരം വിദേശികളെ നാട് കടത്തുന്നത് തടഞ്ഞ് US സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം യുദ്ധകാല നിയമം ഉപയോഗിച്ച് നിരവധി ആളുകളെ എൽ സാൽവഡോറിലേക്ക് നാട് കടത്തിയിരുന്നു. ഇത്തരത്തിൽ 2 വെനസ്വേലൻ പുരുഷന്മാരെ നാടുകടത്തുന്നത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവരുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഇത് പരിഗണിച്ചാണ് നാടുകടത്തൽ താൽക്കാലികമായി നിർത്തിവെക്കാൻ പരമോന്നത കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. എന്നാൽ സുപ്രീം കോടതി ഉത്തരവിനോട് വൈറ്റ് ഹൗസ് പ്രതികരിച്ചിട്ടില്ല. 1798 ഏലിയൻ എനിമീസ് ആക്ട് പ്രകാരം വെനസ്വേലൻ കുടിയേറ്റക്കാരെ നാടുകടത്തരുതെന്ന് ഇതിനു മുമ്പ് ഫെഡറൽ കോടതി ജഡ്ജി ഉത്തരവിട്ടിരുന്നു. എന്നാൽ കോടതി ഉത്തരവ് ലംഘിച്ച് ട്രംപ് ഭരണകൂടം ഗുണ്ടാ സംഘങ്ങളിൽ നിന്ന് ആരോപിച്ച് 200-ലധികം വെനസ്വേലക്കാരെ എൽ സാൽവഡോറിലെ സൂപ്പർമാക്സ് ജയിലിലേക്ക് നാടുകടത്തിയിരുന്നു.